ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. സ്വന്തം കുഞ്ഞുമായിട്ടുള്ള ബന്ധം ഇത്രയ്ക്ക് കിട്ടിയാൽ ഞാൻ പൊന്നുപോലെ നോക്കും, രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ എന്റെ എല്ലാ വ്യൂവേഴ്സും വീഡിയോ സ്ഥിരമായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആദ്യം തന്നെ പറയുന്നു ഗൈസ്. അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ രേണു സുധീൻ അന്തം ഫാൻസ് ചില ആൾക്കാർക്ക് ചിലപ്പം മനസ്സിൽ ചില തരിപ്പുണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഗൈസ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഒരു ബൈറ്റ് ഇവിടെ വെച്ചിട്ട് വീഡിയോയിലേക്ക് വരാം. ഋതപ്പന്റെ കേസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് എന്റെ കൊച്ചിനെ നോക്കാൻ വയ്യ, നിങ്ങൾ വേണമെങ്കിൽ വന്ന് നോക്കിക്കോ ഇന്ന തരത്തിലൊക്കെ രേണു സുധി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ചൈൽഡ് ലൈനിൽ കേസും ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തെന്നിന്ത്യൻ താരം നയൻതാര പോലും സ്വന്തം കുഞ്ഞിനു വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുണ്ടായ സമയത്ത് സ്വന്തം കരിയർ ഗ്രോത്തിന് പകരം അതിനെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവനവന്റെ കരിയർ ഗ്രോത്ത് പോലും മാറ്റി വെച്ചിട്ട് അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച് ഇപ്പം അവര് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി അത്രയും വലിയൊരു കരിയർ ഗ്രോത്തിന് പോലും ബ്രേക്കപ്പ് ചെയ്ത് അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തിയ ഒരു മനോഭാവം അവർക്ക് വരെ ഉണ്ടായി. രേണു സുധിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം കുഞ്ഞിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സ്വന്തം കുഞ്ഞ്, അത് ഞാൻ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ നിമിഷ എന്ന് പറയുന്ന രേണു സുധിയുടെ വളരെ ഫ്രണ്ടാണ്. അവര് കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോലും അത് വെക്കാം, അതിലേക്ക് വരാം. അപ്പൊ സ്വന്തം കുഞ്ഞിനെ ഇന്റർവ്യൂസ് എല്ലാം വന്ന് നോക്കാൻ സമയമില്ല, ഞാൻ വളരെ വലിയ ആളായി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. എനിക്കറിയില്ല. രേണു സുധിയുടെ കാര്യം സത്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിനു മുമ്പൊക്കെ ഞാൻ രേണു സുധിയുടെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലല്ല, വേറെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പറയുമായിരുന്നു, നമ്മള് സാധാരണപ്പെട്ട മനുഷ്യരെന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമെന്നല്ലേ, ആരോഗ്യമില്ലാത്ത സ്ത്രീയല്ലേ, അവരെങ്ങനെയും ജീവിച്ചോണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരുടെ ഈ കുറെ കാലങ്ങൾക്കായിട്ട് കേൾക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും പറയാനേ സഹായിച്ചവരെ പോലും തള്ളി പറയുന്നു. സഹായിച്ച കുറെ ആൾക്കാർ അറിയാമല്ലോ, നമുക്കറിയാം. പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞ ആ വിഷയത്തിൽ അധികമായിട്ട് പോകുന്നില്ല. സഹായിച്ച കുറെ ആൾക്കാർക്ക് വേദനിപ്പിച്ചുകൊണ്ട് കാര്യങ്ങള്. പിന്നെ അതുപോലെ ഇപ്പം സ്വന്തം കുഞ്ഞിനെയൊക്കെ നിമിഷ എന്ന് പറയുന്ന അവര് ലൈവിൽ വന്ന് പറഞ്ഞതാണ്, സ്വന്തം കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, തന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നു. അപ്പം പല ഇന്റർവ്യൂസിലും വന്ന് രേണു എനിക്ക് സമയമില്ല, കുഞ്ഞിനെ നോക്കാൻ സമയമില്ല അങ്ങനെ പറഞ്ഞതിന്റെ പിന്നോടിയായിട്ടാണ് അവരങ്ങനെ സംസാരിച്ചതെന്ന് തോന്നുന്നു. അന്നേരം എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ഒരു ഞാൻ ആക്ച്വലി രേണു ലൈവായിട്ട് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ രേണുവിന്റെ ബൈറ്റും ഞാൻ കണ്ടിട്ടില്ല എന്തെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പക്കാരന്റെ ഇദ്ദേഹം ഒരു ഫേമസ് യൂട്യൂബർ ആണ്, അപ്പൊ അദ്ദേഹത്തിന്റെ ബൈറ്റ് ഞാനോട് വെച്ചത്. അതൊന്ന് ആലോചിച്ച് നോക്കിക്കല്ലേ, ഒരു മനുഷ്യന്റെ വളർച്ചയിൽ ചിലപ്പം അന്ധമായി പോകുന്നു. ഇങ്ങനെയും പ്രത്യേകമായിട്ട് പല ഇന്റർവ്യൂവിലും വന്ന് പറയുന്നതാണ്, ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്താനാണോ, ഒരു കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്താനാണോ രേണു എപ്പോഴും ഈ ഒരു ഏത് ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞാലും പറയുന്നതാണ്. സൂചേട്ടന്റെ കാര്യം പറഞ്ഞാൽ നിയമപരമായ ഭാര്യ അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. ഒരു ദിവസം കാണാറില്ല രേണു ചേച്ചിയുടെ കാര്യം. പ്രത്യേകമായിട്ട് പല ഓൺലൈൻ മീഡിയസിലും ഒന്ന് പറയുന്നതാണ്, നമ്മളൊക്കെ അല്ലെങ്കിൽ പല ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ രേണു ചേച്ചിയുടെ വാർത്തകൾ വിശേഷങ്ങൾ പറയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. ചൂടോടെ തിരമാലകളെ പോലെ അവരുടെ വാർത്തകൾ കത്തിക്കയറിയപ്പോലും അവരൊന്നും അറിയത്തില്ല. കാരണം സാധാരണക്കാർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാനൊന്നും സമയമില്ല. അത്രത്തോളം കരിയർ ഗ്രോത്തും അത്രത്തോളം തിരക്കുമായി പോയ ഒരു വലിയ സെലിബ്രിറ്റിയാണ് ഗൈസ്. അപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇപ്പൊ അറിയത്തില്ല, എനിക്ക് കയറി പറ്റുമെന്ന് അറിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ഒരുപാട് പേര് പറയുന്നു. വന്നാൽ പിന്നെ പറയുകയും വേണ്ട. ഇനി ബിഗ് ബോസിന്റെ ആ ഒരു കിട്ടുമെന്നുള്ള ആ ഒരു കയറി പോകുന്ന അല്ലെങ്കിൽ ആ തിരക്ക് കൊണ്ട് ഇനി സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മഹാ അപരാധമായ ഒരു തീരുമാനമൊക്കെ എടുക്കും നമുക്ക് അറിയത്തില്ല. എന്തൊക്കെയാലും ആ ഒരു നിമിഷ എന്ന് പറഞ്ഞ ആ ഒരു അവിടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ആസ്പദമാക്കിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഋതപ്പനെ കിട്ടിയ അവളൊരു കൂട്ടുകാരി എന്നൊരു നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഞാൻ ഋതപ്പനെ കിട്ടിയ ഞാൻ പൊന്നുപോലെ നോക്കും, രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കിക്കോളാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ രേണുവിനെതിരെ നിൽക്കുന്ന ഒരാളല്ല, ഞാൻ എതിരെ നിൽക്കത്തില്ല. കാരണം അവളൊരു പെണ്ണാണ്, അവൾക്ക് ജീവിക്കണം, അത് അവളുടെ സ്വാതന്ത്ര്യമാണ്, അവൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവളുടെ സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും ഞാൻ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അവൾക്ക് അവളുടെ കുട്ടീനെ എനിക്ക് നോക്കാൻ ഇഷ്ടമാണ്, ഋതപ്പനെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കളെ കൂടെ തന്നെ, എൻ്റെ മക്കളെ പോലെ തന്നെ, എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെ, എൻ്റെ മോനെ പോലെ തന്നെ നോക്കാനുള്ളൊരു പൂർണ്ണസ്ഥിതി ഇപ്പം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകും, അവൾക്ക് നോക്കാൻ സമയമില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോകുന്നു. നമ്മൾ ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട് അല്ലെ, നയൻതാര മേഡത്തിന് പോലും അല്ലെങ്കിൽ അതിനപ്പുറം തെന്നിന്ത്യൻ സിനിമാ നടികൾക്ക് പോലും ഇല്ലാത്ത തിരക്കാണ് ഗൈസ്. ഇത് മനസ്സിലാവുന്നത് അഹങ്കാരത്തിന്റെ അഹന്ത എന്ന് മാത്രമേ എനിക്ക് അത് പറയാനായിട്ട്. ഇതൊക്കെ അനുഭവിച്ചോളൂ അവസാനം. രേണുചേച്ചിയുടെ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ നമ്മളൊക്കെ ഞാൻ എന്റെ കാര്യം പറയുകയാണ്, കുറച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല കാര്യത്തിലും. പക്ഷെ എന്നിരുന്നാലും അവരുടെ സഹായിച്ചവരെ തള്ളിപ്പറഞ്ഞു, സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു.
ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അവര് വന്ന് പറയുന്നു തന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം. അത്രമേൽ അഹങ്കാരത്തിന്റെ അഹന്തയിലാണോ എനിക്കറിയില്ല. മേ ബി ഞാനിതിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം അവരുടെ വായിൽ നിന്നൊരു ബൈറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. പല ഇന്റർവ്യൂവിലും വന്ന് നോക്കാൻ സമയമില്ല, നിങ്ങൾ ആരെങ്കിലും നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നോക്കാൻ മറ്റാരെങ്കിലും നോക്കാനായിട്ട് താല്പര്യം അവരൊന്നും പ്രതീക്ഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെ രീതിയിൽ പല ആൾക്കാരും പറയുന്നതായി കേൾക്കുന്നു. വെറുതെ വന്ന് പറയില്ലല്ലോ ഫേമസ് യൂട്യൂബേഴ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ നിമിഷ ഇപ്പൊ ഞാൻ വെച്ച ആ ഒരു ചേച്ചിന്റെ ലൈവിൽ വന്ന് സംസാരിക്കണമെന്ന് വെറുതെ പറയില്ലല്ലോ. രേണു ചേച്ചി പല ആൾക്കാർ എനിക്ക് ഇവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കിച്ചുവിന്റെ വ്ളോഗിലൊക്കെ പല ആൾക്കാരും അത് കണ്ടിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചു ആണെങ്കിൽ അവിടെ അന്യനെ പോലെയാണ് കയറി ചെല്ലുന്നത് എന്താ അല്ലേ. ഇപ്പൊ സ്വന്തം കുഞ്ഞിനോട് പോലും രേണു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, സഹായിച്ചവരോട് ഇങ്ങനെ പെരുമാറുന്നു. അപ്പൊ മാധ്യമത്തിന് മുമ്പിൽ എന്താണ് പറയുകയാണ്, കിച്ചു ഞാൻ തമ്മിൽ ആത്മബന്ധമാണ്, സ്വന്തം മകനെ പോലെയാണ്. ഇപ്പൊ തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ്. ഞാനൊരു ബൈറ്റ് ഇങ്ങോട്ട് വെക്കാം. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് രേണു ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട് ഒരു ഇതിൽ വെച്ചിട്ട്? പല കാര്യങ്ങളും ആരോപണങ്ങളും നമ്മൾ മനുഷ്യൻ പറയും. എന്നിരുന്നാലും രേണു പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയും. ഇങ്ങനൊക്കെ ഒരു കുഞ്ഞുമായിട്ടുള്ള ആത്മബന്ധം നമ്മൾ ഇങ്ങനൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറയേണ്ട കാര്യമുണ്ട്? എങ്ങനെയായിരുന്നു അവൻ എന്റെ മകനാണെന്ന് പറഞ്ഞാൽ പോരെ? പല കാര്യങ്ങൾ പറയുന്നതിന് മുന്നോടിയാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ചില കാര്യങ്ങളിലൂടെ സ്വന്തം മകനുമായിട്ടുള്ള വിശേഷിപ്പിക്കണം. അതുപോലെ തന്നെ സൂചേട്ടനുമായിട്ടുള്ളതാണ്. നിയമപരമായ ഭാര്യ പലരും അത് ചോദിക്കാറുണ്ട്. എനിക്കും ചിന്തിച്ചു പോയിട്ടുണ്ട്. കഷ്ടം, പരമകഷ്ടം. ഇത്രയും വലിയൊരു തെന്നിന്ത്യയിലെ വരുന്ന സൂപ്പർ സ്റ്റാർ ആവാൻ പോകുന്ന ആളുകൾ ബിഗ് ബോസിലൊക്കെ വന്നിട്ട് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരുന്നുണ്ടെന്ന് അറിയത്തില്ല. ബിഗ് ബോസിലൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇനി വീടേ മറക്കുമായിരിക്കും. ഇറങ്ങി വരുമ്പോ ഇനി ആരാന്ന് പോലും അറിയത്തില്ലായിരിക്കും. രേണു എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടി ഇനി എന്തുവാണ്. അഹങ്കാരത്തിന്റെ അഹന്തയിൽ എത്തിക്കഴിയുമ്പോ ചില കാര്യങ്ങൾ മിഥ്യയായി പോലെ പിന്നെ ആരെ അറിയത്തില്ല. വരുമ്പഴേ കാണാം. സത്യം പറഞ്ഞ ഇവരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത, ഇവരെന്തോ ചിന്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒന്നും പറയാനില്ല. അന്നേരം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.